ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ആക്റ്റീവോ 125 വണ്ടി സെൽഫിൻ്റെ കംപ്ലൈൻ്റ് ആയിട്ട് വന്നത്. അതായത് സെൽഫിൽ വണ്ടി സ്റ്റാർട്ട് ആവുന്നുണ്ടായില്ല, അതാണ് കംപ്ലൈൻറ്റ് ആയിരുന്നത്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സെൽഫിൻ്റെ റിലേ യൂണിറ്റാണ് കംപ്ലൈൻറ്റ്. ഈ വരുന്ന ഇലക്ട്രോണിക് റിലേ ആണ് അതിൻ്റെ കംപ്ലൈൻറ്റ് ആയിരുന്നത്. അത് നമ്മൾ മാറ്റി പുതിയത് റീസെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെൽഫിൻ്റെ സുഖം ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. 2023 മോഡൽ ബാറ്ററിയാണ് വണ്ടിയിൽ ഇരിക്കണേ. ചെക്ക് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് സെൽഫിൻ്റെ കംപ്ലൈൻറ്റ് ഇപ്പോൾ പറഞ്ഞത് റിലേയുടെ പ്രശ്നമാണെങ്കിലും ബാറ്ററിയുടെ കംപ്ലൈൻറ്റ് കൊണ്ട് വന്നുകൂടായി ഒന്നുമില്ല. ബാറ്ററി, സ്വിച്ച്, സെൽഫ് മോട്ടർ, ഇത് ഏതൊക്കെ കംപ്ലൈൻറ്റ് കൊണ്ടൊക്കെ വരാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഹാഫ് ഭാഗം അഴിച്ചപ്പോൾ, ഫ്രണ്ട് ഭാഗം അഴിച്ചപ്പോൾ അതിൻ്റെ ബാറ്ററി കൂടി ഒന്ന് ചെക്ക് ചെയ്തെന്നുള്ളൂ. 2023 ബാറ്ററിയാണത്. 2023 ബാറ്ററിയാണ്. ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. അതിൻ്റെ വോൾട്ട് നോക്കുമ്പോൾ നമുക്ക് 12.72 റേഞ്ചിലാണ് വോൾട്ട് കാണിക്കണേ. ബാറ്ററി നമ്മളൊന്ന് ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട്. ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ വോൾട്ട് പോകണുണ്ടോ 8.45, 42 ഉണ്ട്. അപ്പോൾ ഇവിടെ ബ്ലിങ്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ മാറ്റേണ്ട സിറ്റുവേഷൻ ഒന്നുമില്ല, കംപ്ലൈൻ്റ് ഒന്നും കാണിക്കുന്നില്ല. അപ്പോൾ പരമാവധി ഉപയോഗിക്കുക. ആ വോൾട്ട് ഒരല്പം ലോഡ് കൊടുക്കുമ്പോഴത്തേക്കും കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിലവിൽ ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന വർക്ക് സെൽഫ് സ്റ്റാർട്ടാവാഞ്ഞതിൻ്റെ കാരണം ഈ സെൽഫിൻ്റെ റിലേ യൂണിറ്റാണ്. അപ്പോൾ ആ യൂണിറ്റ് മാറ്റി നമ്മൾ റീസെറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ അതിൻ്റെ എസ്റ്റിമേറ്റഡ് ഡീറ്റെയിൽസൊക്കെ വാട്സാപ്പിനകത്തേക്ക് ഇട്ടേക്കാം. ഇനിയിപ്പോൾ നമുക്ക് ആ ഫ്രണ്ട് കൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞ് വണ്ടി എടുക്കാം. ഓക്കെ.